ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT PG 2024 അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. എത്രയാണ് അപേക്ഷിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കേണ്ടി വരിക, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ, ഇനിയിപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എൻട്രൻസ് എക്സാമിനേഷന് ശേഷം വീണ്ടും അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയിട്ടൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പം എൻട്രൻസ് എക്സാമിനേഷൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്, ജനുവരി 31 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും അപേക്ഷിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കൺഫ്യൂഷൻ തീർക്കുക, അപേക്ഷാ ഫീസ് എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം CUTയുടെ വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. PG CUT സമർത്ഥ എന്നുള്ള വെബ്സൈറ്റിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുന്ന സമയത്ത് ഓരോ കാറ്റഗറി വൈസിൽ നിങ്ങൾക്ക് പിന്നെ ഫീസ് സ്ട്രക്ചർ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി യു ക്യാൻ അപ്ലൈ ഫോർ 4 പേപ്പേഴ്സ്. മാക്സിമം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് 4 പേപ്പേഴ്സിനാണ്. 4 പേപ്പർ എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇംഗ്ലീഷ് എടുക്കുന്നുണ്ടാവും. ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ LAQP 01 ആണ് ഇംഗ്ലീഷ് വരുന്നത്. MBA എടുക്കുകയാണെങ്കിൽ COQP 12 ആണ് വരുന്നത്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ COQP 11 ചിലപ്പോൾ നിങ്ങൾ എടുത്തുനിന്ന് വരാം. ഇനിയിപ്പോൾ സൈക്കോളജി കൂടി ഒരാൾ എടുക്കുന്നുണ്ടെങ്കിൽ HUQP 20 ആണ് വരുന്നത്. ഇങ്ങനെ 4 പേപ്പർ കോഡിലുള്ള വിഷയങ്ങൾ ഒരാൾക്ക് പരമാവധി എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഉദാഹരണം മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. 4 പേപ്പർ കോഡ് വരെ എടുക്കാവുന്നതാണ്. അപ്പം ഇതിൽ നിന്നും 2 പേപ്പറാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, 2 പേപ്പർ, ഇപ്പോൾ LAQP 01 COQP 2 ഈ 2 പേപ്പറാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എത്രയാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1200 രൂപയാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾ OBC ആണെങ്കിൽ 1000 രൂപയാണ് വരിക. നിങ്ങൾ SC ST അല്ലെങ്കിൽ തേർഡ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 900 രൂപയാണ് വരിക. നിങ്ങൾ PWBD കാറ്റഗറി ആണെങ്കിൽ 800 രൂപയാണ് വരിക. ഇതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് സ്ട്രക്ചർ എന്ന് പറയും. ഇനി ഇതിന് പുറമെ COQP 12 പുറമെ ഒരു കോഴ്സ് കൂടി എടുക്കുകയാണ്. COQP 11 അതുപോലെ തന്നെ ഒരു കോഴ്സ് കൂടി എടുക്കുകയാണെങ്കിൽ അഡീഷണൽ നിങ്ങൾ 1200 പ്ലസ് 600 ഒരു കോഴ്സ് കൂടി എടുക്കുകയാണെങ്കിൽ വീണ്ടും 600. അപ്പൊ പരമാവധി 4 കോഴ്സ് എടുക്കുന്ന ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരാൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 1200 2400 ആണ്. ഇനി അത് തന്നെ OBC ആണെങ്കിൽ എത്ര വരിക? 1000 പ്ലസ് 500 വീണ്ടും 1000 വരും. അപ്പൊ എത്രയായി? 2000 രൂപയാണ് വരിക. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പരമാവധി ഒരാൾക്ക് 4 പേപ്പർ കോഡിനാണ് ഫീസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിക്കല്ല. നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റി വേണമെങ്കിലും കൊടുക്കാം. എത്ര യൂണിവേഴ്സിറ്റി കൊടുത്താലും നിങ്ങൾ ആ പേപ്പർ കോഡിൽ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഒരു ഫീസ് അടച്ചാൽ മതി എന്നുള്ളതാണ്. ഔട്ട്സൈഡ് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ 6000 2000 ഒക്കെ റേഞ്ചാണ് വരുന്നത്. അത് ഇന്ത്യയെ നമ്മളെ ഒന്നും അല്ലാണ്ട് ബാധിക്കുന്ന കേസല്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ബാങ്ക് ചെയ്യാം? നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാം, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, UPI യൂസ് ചെയ്യാം, വാലറ്റ് യൂസ് ചെയ്യാം, എന്നും യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡൂ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഡെബിറ്റ് കാർഡ് എല്ലാ കയ്യിലും മിക്കവാറും ഉണ്ടാവും. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്ലിക്കേഷൻ പ്രോസസ്സ് നിന്ന്. അപ്പോൾ കൊടുക്കുന്ന അപേക്ഷാ ഫീസാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ അക്ഷയ സെന്ററിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ അപ്ലിക്കേഷൻ ഫീസ് നിങ്ങളോട് പറയുന്ന സമയത്ത് ഈ ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൈഡൻസും പെപ്പ് ലേണിംഗ് ഉണ്ടാവും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.